പലപ്പോഴും നമുക്ക് നരേന്ദ്രമോദിയെ മനസ്സിലാക്കിയെടുക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുമല്ല അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവർത്തികളും. നരേന്ദ്രമോദി 2021 പശ്ചിമ ബംഗാൾ ഇലക്ഷന് ശേഷം തൃണമൂൽ പ്രവർത്തകർ അവിടെ അഴിഞ്ഞാടി. ഹിന്ദുക്കൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. നമ്മൾ പലരും വളരെ വിഷമത്തോടെ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി. ആർട്ടിക്കിൾ 356 എന്തിനാ കാണാൻ വച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് വരെ ചോദിച്ചു. ഇപ്പോൾ മനസ്സിലായി അന്ന് അദ്ദേഹം മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്. മമതയ്ക്ക് എതിരെ ഒരു ചക്രവ്യൂഹം ചമക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് അത് മനസ്സിലായത്. ആർട്ടിക്കിൾ 356 പ്രയോഗിച്ച് മമതയെ അന്ന് പിരിച്ചുവിട്ടിരുന്നെങ്കിൽ പിന്നെ ഒരു 50 വർഷത്തേക്ക് പശ്ചിമ ബംഗാളിൽ മമതയോ മമതയുടെ പിൻഗാമിയോ അതിലപ്പുറമുള്ള ഒരാളെ പോലും നമുക്ക് അവിടുന്ന് മാറ്റാൻ കഴിയുമായിരുന്നില്ല. ഇന്നിപ്പോൾ മമതയെ വെറും കൈയോടെ പുല്ലുപോലെ ഇറക്കി വിട്ടില്ലേ. പാമ്പിനെ കൊല്ലാൻ തലയിലാണ് അടിക്കേണ്ടത് എന്നതുപോലെ മമതയെ ശരിക്കും അധികാരഭ്രഷ്ടയാക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് അന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും നിശ്ചയിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അന്ന് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. നമ്മൾ പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ഇത്രയേറെ കൊലപാതക പരമ്പരകളും അക്രമങ്ങളും കൊള്ളിവെപ്പും തീവെട്ടിക്കൊള്ളയും എല്ലാം നടന്നിട്ടും, അതും വിദേശ രാജ്യത്ത് നിന്ന് വന്ന ഈ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും കൊണ്ടുവന്ന് അനധികൃതമായി ഇവിടെ താമസിപ്പിച്ച് അവർക്ക് റേഷൻ കാർഡും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മമതയുടെ രീതികൾ കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാകാം അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാതിരുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ഗുജറാത്ത് കലാപമാണ് നരേന്ദ്രമോദിയെ ഇന്നത്തെ മോദിയാക്കി മാറ്റിയത്. പതിറ്റാണ്ടുകളായി ഇന്ത്യ ഒരു ഭയത്തിന് അടിമയായിരുന്നു. നമ്മൾ ഹിന്ദുക്കൾക്കായി പരിഷ്കാരങ്ങളും അവകാശങ്ങളും കൊണ്ടുവന്നാൽ ഒരു വിഭാഗം കലാപം വിടുമെന്നും രാജ്യം നശിപ്പിക്കുമെന്നും എല്ലാമുള്ള ഭയം. ഇന്ത്യൻ വിഭജനത്തിൻ്റെ ക്രൂരമായ ഓർമ്മകൾ സൃഷ്ടിച്ച ഈ മുറിവ് നമ്മുടെ ജനതയുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഓരോ രാഷ്ട്രീയക്കാരനും പൗരനും അബോധ മനസ്സിൽ ഈ ട്രോമയുടെ തടവിലായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ പഴയ ചിന്താഗതികൾ മാറിമറിഞ്ഞു. ദീർഘകാലമായി രാജ്യത്തെ തളച്ചിട്ടിരുന്ന ആ പൊള്ളയായ ഭീഷണിയെ മോദി ചോദ്യം ചെയ്തു. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സമാധാനപരമായ വികസനമാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. എന്നാൽ പതിറ്റാണ്ടുകളായി ഗുജറാത്തിൽ ഹിന്ദുക്കൾ വിജയിക്കുമ്പോഴെല്ലാം കോൺഗ്രസ്സുകാർ ക്രൂരമായ കലാപങ്ങൾ അഴിച്ചുവിടുമായിരുന്നു. പഴയ തലമുറകളുടെ കല്യാണങ്ങൾ പോലും നടത്തിയിരുന്നത് കലാപത്തിനിടയിലായിരുന്നു. കർഫ്യൂ അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു. ഇതാണ് ആരും നിങ്ങളോട് പറയാത്ത ഗുജറാത്തിൻ്റെ കഥ. ഗോദ്ര കൂട്ടക്കൊല അത്രമേൽ ഭയപ്പെടുത്തിയെന്ന ഒന്നായിരുന്നു. പലപ്പോഴും കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് എല്ലാം അറിഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടാതെ പോലീസുകാർ പോലും വെറും നോക്കുകുത്തിയായി നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയായി അന്ന് ഉണ്ടായിരുന്നത്. ഗുജറാത്തിൽ അന്ന് ഒരു ഗ്രാമത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നു കയറി അവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കി ഒറ്റ രാത്രി കൊണ്ട് കൊള്ളയടിച്ച് അവിടുന്ന് സ്ഥലം വിടും. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ഏതെങ്കിലും ഗ്രാമത്തിൽ കുറച്ച് ആളുകൾ കൂടി അതിന് പ്രതികരിച്ചെങ്ങാൻ പോയാൽ അന്നത്തെ പത്രങ്ങളിൽ മുഴുവൻ ഹിന്ദുക്കൾ മറ്റുള്ളവരെ ആക്രമിച്ചു, കൊന്നു എന്ന് പറഞ്ഞ് എഴുതും. ഈ മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുകയും കൊള്ളിവെപ്പ് നടത്തുകയും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് കൊള്ളയടിച്ചു പോയാൽ പോലും ആരും ഒന്നും മിണ്ടില്ല, ഒന്നും അറിഞ്ഞ ഭാവം വയ്ക്കില്ല. ആരെങ്കിലും തിരിച്ചടിക്കാനോ തിരിച്ച് എതിർക്കാനോ ചെയ്താൽ അത് വലിയ രീതിയിൽ പത്രവാർത്തകളും TV ചാനലുകളിൽ വരുന്ന രീതിയിലെല്ലാമായിരുന്നു അന്നത്തെ പല കാര്യങ്ങളും നടന്നിരുന്നത്. അന്ന് ഗോദ്ര കലാപത്തിൽ 58 പേരെയാണ് പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. എന്നിട്ടും അതൊന്നും ഒരു രീതിയിലും അന്ന് വാർത്തയായില്ല. വളരെ ചുരുങ്ങിയ വാർത്തകളിൽ ഒതുങ്ങിപ്പോയി അത്. പല നഗരങ്ങളിലും കടകളും എല്ലാം അഗ്നിക്കിരയായി. എങ്ങും ഭയത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ഇതിനിടയിൽ സോണിയയും കൂട്ടരും മോദിയെ പീഡിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. എല്ലാം ഒരു നൂൽപ്പാലത്തിലാണെന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളായിരുന്നു. മോദി ഇതിനെല്ലാം അതിജീവിച്ചു എന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഓർക്കേണ്ട ഒരു പാഠം പഠിക്കുകയും ചെയ്തു. ഈ വിനാശകാരികളെ മെരുക്കണമെന്നും ആഭ്യന്തര ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യയെ ഇനി തളച്ചിടാൻ പാടില്ല എന്നും അദ്ദേഹം തീരുമാനിച്ചു. പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന്റെ ഓരോ നയങ്ങളും ഈ ഗുജറാത്തിൽ നിന്ന്
പഠിച്ച ഈ പാഠങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ഒന്നും കൈവിട്ടു പോകാതിരിക്കാൻ മുൻകൂട്ടി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹം ഒരുക്കിയിരുന്നു. രാമൻ ക്ഷേത്രം നിർമ്മിച്ചപ്പോഴും ഏറ്റവും ശക്തമായ സുരക്ഷയാണ് ഉറപ്പാക്കിയിരുന്നത്. ബംഗാളിന്റെ കാര്യത്തിൽ BJP ദീർഘവീക്ഷണത്തോടെയാണ് നീങ്ങിയത്. കഴിഞ്ഞ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതി പലരും വെറുത്തിരുന്നു എന്നത് തന്നെയാണല്ലോ അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തിരുന്നത്. എന്നാൽ നമ്മുടെ തെറ്റ് നമുക്ക് ഇപ്പോഴാണ് അത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. എല്ലാ പഴുതുകളും അടച്ച് സുരക്ഷിതമാക്കി മോദി സമയം കാത്തിരിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ പൂർത്തിയായത്. ബംഗാൾ തെരഞ്ഞെടുപ്പ് ഗംഭീരമായി നടന്നു. CV ആനന്ദബോസ് എന്ന ഗവർണർ മമതയോട് മൃദു സമീപനം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വരെ എടുത്തു മാറ്റി. ഇന്ത്യയുടെ വിഭജന കാലത്തെ ആ പഴയ ഭയം മായ്ക്കണമെങ്കിൽ അങ്ങേയറ്റം ധീരത കാണിക്കണമെന്നും സുരക്ഷാ സംവിധാനങ്ങൾ അത്രമേൽ ശക്തമാക്കണമെന്നും മോദി പഠിച്ചിരുന്നു. അത് പഴയ പാഠമാണ്. അതിലൂടെ ഇത്തരം ഭീഷണികൾ വെറും പൊള്ളയാണെന്ന് രാജ്യത്തിന് കാണിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു കാലത്ത് വലിയ ഭീഷണിയായി തോന്നിയിരുന്ന പലതും ഇന്നും വെറും വാക്കുകൾ മാത്രമാണെന്ന് ഇന്ന് അദ്ദേഹത്തിനും മാത്രമല്ല ഈ ജനതയ്ക്ക് മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഗുജറാത്ത് കലാപങ്ങൾ മോദിയുടെ ഇന്നുവരെയുള്ള ഓരോ നീക്കങ്ങളെയും രൂപപ്പെടുത്തിയത്. അവസരം കാത്തിരിക്കുക, അവസരം കിട്ടിയാൽ ഉടൻ മർമ്മം നോക്കി അടിക്കുക. അതുതന്നെയാണ് യുദ്ധതന്ത്രമാണ്. യുദ്ധതന്ത്രം അറിയുന്നവനാണ് ശരിക്കും രാജാവ്. അദ്ദേഹത്തെ തന്നെയാണ് രാജാവ് എന്ന് വിളിക്കാനും കഴിയുക. ഇങ്ങനെയുള്ള രാജാവിനും അദ്ദേഹത്തിന്റെ ടീമിനും മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇനിയും ഒരു വിഭജനത്തെ നമുക്ക് താങ്ങാൻ കഴിയില്ല. അതിനുവേണ്ടി കോപ്പുകൂട്ടുന്ന മമതയെയും അതുപോലുള്ള രാജ്യദ്രോഹി കൂട്ടങ്ങളെയും നാം തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇപ്പോൾ മമതയുടെ രാജ്യത്ത് നിന്നും അവിടെ അനധികൃതമായി കുടിയേറ്റി താമസിപ്പിച്ചിരിക്കുന്ന ഒരു 50% ആളുകളെങ്കിലും അവിടുന്ന് അവരുടെ രാജ്യത്തേക്ക് എങ്ങനെയെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും. ബാക്കിയുള്ളവർ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇനി തമ്പടിക്കാൻ പോവുകയാണ്. ഇവരിൽ കുറേ പേർ എങ്ങനെയാണെങ്കിലും ഒരു 25% പേരെങ്കിലും ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഇവർ ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ അധികാരം ഏൽക്കാൻ പോകുന്ന ശക്തികൾ ഇവർക്ക് പിന്തുണ കൊടുക്കുകയുള്ളൂ. നമ്മൾ ഇത് കരുതി ശ്രദ്ധയോടെ ഇനിയുള്ള കാലം നാം മുന്നോട്ട് പോയില്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ അനുഭവിച്ച അവിടെയുള്ളവരുടെ അതിലും കഷ്ടമായ അവസ്ഥകളിലേക്ക് കേരളത്തിലുള്ള പല ജില്ലകളും കേരളത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് നമ്മളും എത്തപ്പെടും എന്ന് മനസ്സിലാക്കുക.